എല്ലാവരും ഹാൻഡ് വാഷ് ചെയ്യുക, മാസ്ക് ഉപയോഗിക്കുക, അതുപോലെ തന്നെ സോഷ്യൽ ഡിസ്റ്റൻസ് കീപ്പ് ചെയ്യുക, അനാവശ്യമായിട്ടുള്ള യാത്രകൾ ഒഴിവാക്കുക. അങ്ങനെ നമ്മൾ എല്ലാവരും തന്നെ വിചാരിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ ഭീതി നമുക്ക് ഒഴിവാക്കാം. അപ്പോൾ എല്ലാവരും ഈ പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും ചെയ്ത് നമ്മളുടെ ആരോഗ്യം നമ്മൾ തന്നെ കാത്തു സൂക്ഷിക്കുക. എല്ലാവർക്കും നമസ്കാരം. ഇത് നമ്മൾ ഇലാസ്റ്റിക് വെച്ചിട്ടുള്ള ഒരു മാസ്കും കൂടിയാണ് കാണിക്കുന്നത്. കാരണം ഇതിപ്പോൾ എല്ലാവർക്കും ഏറ്റവും കൂടുതൽ ആവശ്യമുള്ളൊരു സാധനം തന്നെയാണ്. അപ്പോൾ അതുകൊണ്ടാണ് ഇന്ന് വളരെ ഈസി ആയിട്ട് ചെയ്യാവുന്ന ഒരു മാസ്കാണ് ഇലാസ്റ്റിക് വെച്ചിട്ട് ചെയ്യുന്നത്. അത് നമ്മൾ ഡബിൾ ലെയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഇതിന് ഉപയോഗിച്ചിട്ടുള്ള കോട്ടൺ മെറ്റീരിയലാണ്. അപ്പോൾ അതിൻ്റെ നീളവും വീതി നോക്കുക. വീതി ഞാൻ എടുത്തിട്ടുള്ള 10 ഇഞ്ചാണ്. മെൻസിനൊക്കെ ആണെങ്കിൽ നമുക്കിത് ഈ 10 ഇഞ്ച് തന്നെ വീതി വയ്ക്കാം. ലേഡീസിന് നമുക്കൊരു 9 ഇഞ്ച് വെച്ചാൽ മതി. നീളം ഇതുപോലെ 14 ഇഞ്ച് തന്നെ എടുക്കുക. പിന്നെ എലാസ്റ്റിക് എടുത്തിട്ടുള്ളതിൻ്റെ നീളം 6 ഇഞ്ചാണ്. 6 ഇഞ്ച് നീളത്തിൽ 2 പീസ് എലാസ്റ്റിക്കും എടുക്കുക ഇതുപോലെ. ഇനി സാധാരണ നമ്മൾ കെട്ടുന്ന തരത്തിലുള്ള മാസ്ക് ഉണ്ടാക്കിയിട്ടുള്ളതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട് ഓൾറെഡി. അത് ഇതിലും സേഫ്റ്റിയാണ്. ആർക്ക് വേണമെങ്കിലും നമുക്ക് സൈസ് അനുസരിച്ച് കെട്ടുന്നത് കറക്റ്റായിട്ട് കെട്ടാം. ഇനി നോക്കുക, ഫാബ്രിക് ഇതുപോലെ ഫോൾഡ് ചെയ്തെടുക്കുക. ഫോൾഡ് ചെയ്തിട്ട് ഇതിൽ ചെയ്യുന്ന ഈ മാർക്കിങ് നോക്കുക. ആദ്യം തന്നെ നമ്മളിതിൽ 1/2 ഇഞ്ച് സീം അലൗൺസ് ആണ് ഇതിൻ്റെ എല്ലാ ഭാഗത്തും കൊടുക്കുന്നത്. അപ്പോൾ ഫോൾഡിങ് ഒഴികെ ബാക്കി എല്ലാ ഭാഗത്തും 3 ഭാഗത്തും ഇതുപോലെ 1/2 ഇഞ്ച് സീം അലൗൺസ് കൊടുത്തിട്ട് ഒരു ലൈൻ മാർക്ക് ചെയ്തെടുക്കുക. അപ്പോൾ നമ്മൾ ലൈൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അതിനുശേഷം നോക്കുക, ഇതിൻ്റെ സൈഡിലേക്ക് നമ്മൾ 1.5 ഇഞ്ച് വെച്ചിട്ട് ഇതുപോലെ മാർക്ക് ചെയ്യുക. പിന്നെ ഇതിൻ്റെ തൊട്ട് ഇപ്പുറത്തേക്ക് ഈ സൈഡിലേക്ക് നമ്മൾ 1 ഇഞ്ച് മാർക്ക് ചെയ്യുക, 2 സൈഡ് ഭാഗത്തും. അപ്പോൾ വീതി കൂടിയ ഭാഗത്ത് നമ്മൾ 1 ഇഞ്ചും വീതി കുറഞ്ഞ ഭാഗത്ത് 1.5 ഇഞ്ചുമാണ് ഇതിൽ മാർക്ക് ചെയ്തിട്ടുള്ളത്. അത് പ്രത്യേകം ശ്രദ്ധിക്കുക. 2 സൈഡിലും ഇതേപോലെ തന്നെ മാർക്ക് ചെയ്യുക. അതിനുശേഷം നമ്മൾ മാർക്ക് ചെയ്ത ഈ മാർക്കിങ്ങൾ തമ്മിൽ ഇങ്ങനെ ഒരു കോർണർ ലൈൻ വരയ്ക്കുക. ഇനി നോക്കുക, ഇനി നമുക്ക് ഇതിൻ്റെ ഒരു ഓപ്പണിങ് മാർക്ക് ചെയ്യാം. അപ്പോൾ ഈ ഭാഗത്ത് ഇതിൻ്റെ സെൻറ്റർ ഏറ്റവും ആദ്യം മാർക്ക് ചെയ്യാം. അത് കഴിഞ്ഞിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു 2 ഇഞ്ചോ അല്ലെങ്കിൽ ഓരോ ഇഞ്ചോ കൊടുത്താലും മതി. നമുക്ക് അതിൻ്റെ ഉള്ളിൽ കൂടി ഇത് അകമ്പുറം മറിച്ചെടുക്കണം എന്ന് വേണ്ടിയിട്ടുള്ളതുള്ളൂ. അപ്പോൾ ഞാനിതിൽ 2 ഇഞ്ചാണ് കൊടുത്തിട്ടുള്ളത്. നമുക്ക് ലാസ്റ്റ് ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്രയും കഴിഞ്ഞതിന് ശേഷം ഈ ഭാഗത്ത് ഇതുപോലെ ഒരു നോച്ച് നമ്മൾ കട്ട് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ഒരു നോച്ച് കട്ട് ചെയ്തെടുത്തതിന് ശേഷം ഇതിനെ ജസ്റ്റ് ഒന്ന് നമ്മൾ തുറന്ന് അതിൻ്റെ ഉള്ളിലേക്ക് ആ മാർക്കിംഗ് ഒന്ന് വരുത്തുക. കാരണം നമുക്ക് ഇലാസ്റ്റിക് ഇവിടെയാണ് വെച്ച് തയ്ക്കേണ്ടത്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിവിടെ മാർക്ക് ചെയ്യുന്നത്. അപ്പോൾ അത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്കിതിൽ എലാസ്റ്റിക് കറക്റ്റായിട്ട് പിൻ ചെയ്ത് പിടിപ്പിക്കുക. അപ്പോൾ ഇതിലെങ്ങനെയാണ് ഞാൻ ചെയ്യണത് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി. വളരെ ഈസിയാണ് നിങ്ങൾക്ക് ഈ മാസ്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നോക്കുക, ഇത് ഡബിൾ ലെയറാണ്, കോട്ടൺ ആണ് മെറ്റീരിയൽ. നമുക്ക് വീട്ടിലുള്ള ഏത് മെറ്റീരിയൽ എടുത്തിട്ടും ഇതുപോലെ മാസ്കുകൾ ചെയ്തെടുക്കാം. പിന്നെ ഉള്ള ഏറ്റവും വലിയൊരു ഗുണം, ഇത് നമുക്ക് ചൂടുവെള്ളത്തിൽ തിളപ്പിച്ച് കഴുകി കഴിഞ്ഞാൽ രണ്ടാമത് റീയൂസ് ചെയ്യുക എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അപ്പോൾ നമുക്ക് വെറുതെ കാശ് മുടക്കി ആ കാശ് വേസ്റ്റായി പോവില്ല. നമുക്ക് അപ്പോൾ ഇതുപോലെ പിൻ ചെയ്തെടുക്കുക. 2 സൈഡിലും ഇതുപോലെ പിൻ ചെയ്ത് വെച്ചതിന് ശേഷം നമുക്ക് ഇത് തയ്ക്കണത് എങ്ങനെയാണെന്ന് നോക്കാം.
ഇനി നമുക്ക് ഇത് ഫോൾഡ് ചെയ്തതിന് ശേഷം ഇത് തയ്ച്ചെടുക്കുക. അപ്പോൾ തയ്ച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് നമ്മൾ ആ ഓപ്പണിങ് മാർക്ക് ചെയ്തിട്ടുള്ളിടത്തു നിന്ന് കെട്ടിട്ടിട്ട് തന്നെ തയ്ച്ച് തുടങ്ങുക. ഇനി ഇവിടെ വരുമ്പോൾ നമ്മൾ ആ ഇലാസ്റ്റിക് പിൻ ചെയ്തിട്ടുള്ള ഭാഗമാണ്. അപ്പോൾ അവിടെ എത്തുമ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, ഇതിനെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. കണ്ടില്ലേ, ഇതുപോലെ ഒന്ന് ഡബിൾ സ്റ്റിച്ച് ചെയ്തെടുക്കുക. ഇനി ഈ സൈഡ് നമ്മൾ തയ്ച്ചതുപോലെ തന്നെ ഇതിൻ്റെ അപ്പുറത്തെ സൈഡും കൂടി കറക്റ്റായിട്ട് തയ്ച്ചെടുക്കുക. അപ്പോൾ നമ്മൾ ഇത് തയ്ച്ചെടുത്തിട്ടുണ്ട്. തയ്ച്ചെടുത്തതിന് ശേഷം ഈ കോർണറുകൾ ഇതുപോലെ കട്ട് ചെയ്ത് കളയുക. അപ്പോൾ ഈ കോർണറുകൾ ഇതുപോലെ കട്ട് ചെയ്യാനും മറക്കരുത്. അപ്പോൾ അത് കറക്റ്റായിട്ട് നമുക്ക് ഫോൾഡ് ആവുള്ളൂ. ഓക്കെ, ഇനി നമ്മൾ ഇതിന് നേരെ അകമ്പുറം മറയ്ക്കുക എന്നുള്ള ഒറ്റ പണിയുള്ളൂ. നമുക്ക് അത് മറയ്ക്കുക. അപ്പോൾ ഇതുപോലെ ഇത് കറക്റ്റായിട്ട് അകമ്പുറം മറിച്ചെടുത്തതിന് ശേഷം ആ കോർണറുകളൊക്കെ ഒന്ന് കറക്റ്റായിട്ട് ഷേപ്പ് ആക്കി എടുക്കുക. അതിൻ്റെ ഉള്ളിൽ കൂടെ എന്തെങ്കിലും സ്ക്രൂ ഡ്രൈവറോ അങ്ങനെ എന്തെങ്കിലും ടൂൾസ് ഇട്ടിട്ട് ഇതുപോലെ ഒന്ന് ഇത് കറക്റ്റ് ചെയ്തെടുക്കുക. അതിനുശേഷം നമ്മൾ ഈ ഓപ്പണിങ് കൊടുത്തിട്ടുണ്ടായിരുന്നത് ഈ സൈഡ് ഒരു സ്റ്റിച്ച് ചെയ്ത് ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇത് ക്ലോസ് ചെയ്ത് കഴിഞ്ഞു. ഇനി ചെയ്യുന്ന ഈ ഭാഗം നിങ്ങൾ ശ്രദ്ധിക്കുക. കാരണം നമ്മുടെ ഈ കോർണർ കണ്ടു, ഈ കോർണറിനെ ഇതുപോലെ മടക്കി അതിന് ശേഷം രണ്ടാമതൊന്നുകൂടി മടക്കുക. എന്നിട്ട് അതൊന്ന് പിൻ ചെയ്ത് കാണിക്കുക. ഞാൻ ഇത് ഇവിടെ കറക്റ്റായിട്ട് കണ്ടു. ഏറ്റവും ആദ്യം നമ്മളൊരു മടക്കി ഇലാസ്റ്റിക്കിൻ്റെ തൊട്ടുനിന്ന് തന്നെ മടക്കി അതിനുശേഷം അതിൻ്റെ സെൻറ്ററിൽ നിന്ന് തിരിച്ച് മടക്കി. അപ്പോൾ നോക്കുക, ആ 3 എഡ്ജുകൾ തമ്മിൽ കറക്റ്റായിട്ട് മാച്ചായിരിക്കണം. അതാണ് അതിൻ്റെ പ്രത്യേകത. അപ്പോൾ നമ്മളൊരു പ്ലീറ്റാണ് അവിടെ ചെയ്ത് കൊടുക്കുന്നത്, അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കണ്ടു, ഇതുപോലെ കറക്റ്റായിട്ട് ഇങ്ങനെ മടക്കി അതിന് ശേഷം നേരെ സെൻറ്റർ മാർക്ക് ചെയ്യുക. എന്നിട്ട് അതിനെ ഒന്ന് തിരിച്ച് അവിടെ പിൻ കുത്തുക. അപ്പോൾ 4 സൈഡും ആദ്യം തന്നെ ഇതുപോലെ പിൻ ചെയ്ത് വയ്ക്കുക എന്നുള്ളത്.
ഇപ്പോൾ ആണല്ലേ 4 സൈഡും ഇതുപോലെ പിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇത് ഭയങ്കര എളുപ്പമായി. പിന്നെ ഇനി ഇതുകൊണ്ട് സ്റ്റിച്ച് ചെയ്തെടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മാസ്കിൻ്റെ പണി ഇവിടെ തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇത് ശ്രദ്ധിക്കുക, ഇത് ഡബിൾ ലെയറാണ്, നമുക്ക് എക്സ്ട്രാ സേഫാണ്. അപ്പോൾ ഇങ്ങനെയുള്ള മാസ്കുകൾ നിങ്ങൾ ഉണ്ടാക്കി ഉപയോഗിക്കുക. അപ്പോൾ ഇതിന് ഇലാസ്റ്റിക് വയ്ക്കണമെങ്കിൽ ഇലാസ്റ്റിക് വയ്ക്കുക, അല്ലെങ്കിൽ വള്ളി വെച്ച് ബാക്കിൽ കെട്ടുന്നതാണെങ്കിൽ ബാക്കിൽ കെട്ടുന്ന തരത്തിൽ ചെയ്യുക. ഈ ഒരു സൈസിൽ ഉണ്ടാക്കിയാലേ നല്ല കവറേജ് കിട്ടുള്ളൂ. അപ്പോൾ കൊച്ചു കുട്ടികളുടെ സൈസ് ഉണ്ടാക്കുന്നത് ഞാൻ അടുത്ത ഒരു വീഡിയോയിൽ നിങ്ങൾക്ക് ഇടുന്നുണ്ട്. അപ്പോൾ അതിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് ആവശ്യമുള്ള ഒരു 3-4 സൈസിലുള്ള ഇത് എങ്ങനെയാണ് കട്ട് ചെയ്യുന്നതെന്ന് ഞാൻ അതിൽ കാണിക്കുന്നുണ്ട് സൈസുകൾ. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാസ്കുകൾ ഉണ്ടാക്കി അതിന് ശേഷം നമ്മുടെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ചൂടുവെള്ളത്തിൽ വാഷ് ചെയ്ത് റീയൂസ് ചെയ്യുക. നമുക്ക് അധികം കാശ് ചിലവില്ല. വീട്ടിലുള്ള പഴയ ഷർട്ടോ കോട്ടൻ്റെ ഷർട്ടുകൾ അങ്ങനെയുള്ള എന്തെങ്കിലും തുണികൾ നിങ്ങൾ ഉള്ളത് ഉപയോഗിക്കുക. ഇതിന് വേണ്ടി പ്രത്യേകം തുണി വാങ്ങിക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പോൾ എല്ലാവരും ഇതുപോലെ മാസ്ക് ഉണ്ടാക്കിയിട്ടൊന്ന് ട്രൈ ചെയ്ത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകാരപ്പെടുന്നുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഇത് നിങ്ങളുടെ ഫ്രണ്ട് സർക്കിളിൽ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അവർക്ക് ഉണ്ടാക്കാൻ കുറച്ച് എളുപ്പമായിരിക്കും. അപ്പോൾ ഒന്ന് നോക്കുക, ഇലാസ്റ്റിക്കിൻ്റെ വെച്ചിട്ടുള്ളതും ഇലാസ്റ്റിക് ഇല്ലാത്തതും ചെയ്തിട്ടുണ്ട്. അപ്പോൾ 2 തരം മാസ്കിൻ്റെയും ലിങ്കുകൾ ഞാനിതിൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആവശ്യമുള്ളവർ അത് രണ്ടും കാണാത്തവരുണ്ടെങ്കിൽ അപ്പോൾ അടുത്ത ഒരു അടിപൊളി വീഡിയോയുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.